തൊടുപുഴയിലെ വിദ്യാർത്ഥിയുടെ മരണം. മാനേജ്മെന്റും കെഎസ്ഇബിയും ഒരേപോലെ കുറ്റക്കാരാണെന്ന് എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു എം.പിയുടെ പ്രതികരണം. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റും കെഎസ്ഇബിയും ഒരേപോലെ കുറ്റക്കാരാണെന്ന് എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. പറഞ്ഞു. അപകടം നടന്ന സ്കൂളിൽ എത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം.പി. രാവിലെ ആദ്യ ബസ്സിൽ സ്കൂളിൽ എത്തുമ്പോൾ തന്നെ സ്കൂളിന് ആവശ്യമായിട്ടുള്ള കുട്ടികളുടെ പരിരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്താൻ ഉതകുന്ന അധ്യാപകരുടെയും അനധ്യാപകരുടെയും സാന്നിധ്യമുണ്ടായില്ല. ഗുരുതരമായ വീഴ്ചയാണ് സത്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് ആര് വന്ന് നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സ്ഥലം സന്ദർശിക്കണം. ഈ സ്ഥലത്ത് വന്ന് എങ്ങനെയാണ് ഈ 3 ലൈൻ ഹൈറ്റ്, ഈ 3 ലോ ടെൻഷൻ 3 ലൈൻ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നൊന്ന് കാണണം, നേരിൽ കാണണം. ഇത് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് തകര ഷീറ്റിട്ട സൈക്കിൾ സ്റ്റാൻഡിന് മുകളിലുള്ള തകര സ്റ്റാൻഡിൽ നിന്ന് 1 മീറ്റർ മാത്രം താഴെയാണ് ഊഞ്ഞാലാടുന്നത് പോലെ, മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചതുപോലെ ഊഞ്ഞാലാടുന്നത് പോലെയാണ് 3 ലൈനുകളുള്ള വൈദ്യുതി ലൈനുകൾ താഴ്ന്നു കിടക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. മാനേജ്മെന്റിന്റെ നിലപാടുകൾ ശരിയല്ലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.